ഇസ്രായേൽ ലോകത്തിന് നൽകുന്ന ചില പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളാണ്. അവരുടെ രാജ്യത്തിലേക്ക് ആയുധങ്ങൾക്ക് പുറത്തുനിന്ന് ആക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് കടന്നു വരാതിരിക്കാനുള്ള അവരുടെ ആയുധങ്ങൾക്കും കടന്നു വരാതിരിക്കാൻ സാധ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുക. അതിനെ മറികടന്ന ആയുധങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ലോകത്തുനിന്ന് ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യം. രണ്ടാമത്തത്, അവരുടെ ശത്രു പഠനം. അവരുടെ ചാരക്കണ്ണുകൾ ഈ അടുത്ത ഒരു കുറച്ച് കാലത്തിനിടയിൽ മാത്രം അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള, ടാർഗറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ശത്രു രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് ഫലസ്തീനിലെയും ലബനനിലെയും സിറിയയിലെയും ഇറാനിലെയും പ്രധാനപ്പെട്ട അവരുടെ ശത്രുക്കളുടെ പട്ടികയിൽപ്പെട്ട ആയത്തുള്ള അലി ഖമനൈ ഉൾപ്പെടെയുള്ള ആളുകളെ അവരുടെ അംഗരക്ഷകർ, അവരുടെ യാത്രാപാതകൾ, അവരുടെ വസതികൾ, ഓഫീസുകൾ, അവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അവർ ഓരോ സമയത്തും എവിടെയാണെന്ന സംഭവങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായി നിരീക്ഷിച്ച് വ്യവസ്ഥാപിതമായിട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള രീതി. അതുകൊണ്ട് അവർ ടാർഗറ്റ് ചെയ്ത ആളുകളെ കൃത്യസമയത്ത് അസാസിനേറ്റ് ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യുന്നു, കഴിയുന്നു. ശത്രു പഠനം, അതിൽ അവർ കാണിക്കുന്ന മികവ്. മൂന്നാമത്തത്, കരുത്ത് സമ്പാദിക്കുക എന്നാണ്. ഈ ലോകത്ത് നിലനിൽക്കാൻ, ഭൂമിയിൽ അതിജീവിക്കാൻ ഏത് സമയത്തും കരുത്ത് സമ്പാദിക്കുക എന്നുള്ള, ഖുർആനിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വഅഇദ്ദു ലഹും മസ്തതഅ്തും മിൻ ഖുവ്വ. ഖുർആൻ്റെ ഒരു എന്താ പറയുക, ലോകത്തോടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി ശക്തി സംഭരിച്ച് നിൽക്കണം. നിങ്ങൾ ഏത് സമയത്തും നിങ്ങളുടെ കുതിരകളെ തയ്യാറാക്കി നിർത്തുകയും ചെയ്യുക. പ്രിപ്പറേഷൻസാണ്. പിന്നെന്താ, എന്താ ഇസ്രായേൽ ചെയ്തത്? ആയുധങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റായ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയും ഇന്നൊവേഷനും നൽകിക്കൊണ്ട് പുതിയ പുതിയ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആയുധങ്ങൾ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ എന്ത് ചെയ്യുക, അത് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൻ്റെ വിപണനം നടത്തുക എന്ന് മാത്രമല്ല അതുവഴി സമ്പത്ത് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. സോ ലോകത്തിന് മുഴുവൻ ഇസ്രായേൽ നൽകുന്ന പാഠമാണെന്ത്, ഏറ്റവും അധികം ആയുധമുള്ള, പ്രത്യേകിച്ച് കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ, അണുവായുധം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. അതായത് അത് കയ്യിലിരിക്കുമ്പോൾ അങ്ങോട്ട് തൊടാൻ ഭയമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നീട് ഇപ്പോൾ ഈ ഫലസ്തീനിലെ പോരാളി സംഘടനകളും ഇറാനികളും ലബനാനികളും ഹിസ്ബുള്ളയും എല്ലാം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത്, അത് വേറെ സബ്ജക്റ്റാണ്. കാരണം പോരാളി സംഘടനകളെ ആയുധങ്ങൾക്ക് തളർത്താൻ കഴിയില്ല. പോരാളി സംഘടനകളും പോരാളികളും അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ വിജയം എന്ന് പറയുന്നത് ശത്രുവിനു മേലുള്ള വിജയവും ആ പോരാട്ടത്തിലെ മരണവും അവരെ സംബന്ധിച്ചിടത്തോളം വിജയം. അതുകൊണ്ട് അതായത് അവർ മരിക്കാൻ വേണ്ടി, രക്തസാക്ഷികളാകാൻ വേണ്ടി പോരാടുന്നവരാണ്. അവരുടെ മുന്നിൽ നിങ്ങൾ പ്രതിരോധം സംവിധാനങ്ങളോ അതൊക്കെ പരാജയപ്പെടുന്നത് അത്ഭുതത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നോക്കി നിൽക്കേണ്ടി വരും. അത് വേറെ സബ്ജക്റ്റാണ്.